ഷറഫുടയ തിങ്കൾ യൗമിനിനരി പോരും ഹറജോട് ഷഹീലരും തിരുനബി തങ്ങൾ. പരിശുദ്ധ റമദാൻ ശരീഫിന്റെ നോമ്പ് എപ്പോഴാണോ നിർബന്ധമാക്കിയത് ഹിജറ 2-ാം വർഷം, ആ ഹിജറ 2-ാം വർഷം തന്നെയാണ് ഈ സംഘടന നടക്കുന്നത്. യുദ്ധം, നമ്മുടെ യുദ്ധത്തിന് പോകുന്നത് മക്കളെ എവിടെ പോകുന്നത്? നമ്മളെവിടെ പോകുന്നത്? കച്ചവട സംഘത്തെ പിടിക്കുക അല്ലേ? ഒരു കാര്യം പറയാം, ഇൻഷാ അല്ലാഹ് ഈ ബദർ കഴിയുന്നത് വരെ കേൾക്കാം. അതിന് കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അതിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കും കുട്ടികളോട്, വലിയ ആൾക്കാർ. ആ കുട്ടികൾ ആരാണ് അതിന് ശരി ആൻസർ പറയുന്നത്? അവർക്ക് ഇൻഷാ അല്ലാഹ് എന്റെ വക പെരുന്നാൾ ഗിഫ്റ്റ് ഞാൻ സമ്മാനമായി. അല്ലാഹു അക്ബർ, ഒരു തക്ബീർ. അത് എന്തിനാണെന്നറിയോ? ബദരീകളെ കുറിച്ച് മക്കളൊന്ന് പഠിക്കണം, അതിന് വേണ്ടിയാണ് ഒരു ഗിഫ്റ്റ് ഞാൻ. ആ മദ്രസത്തിൽ പഠിക്കുന്ന കുട്ടികളായാലും ഇവിടെ ഈ ചെറുപ്പക്കാർ പോലത്തെ ആളുകൾ കുഴപ്പമില്ല, അവർക്ക് ഇൻഷാ അല്ലാഹ് ഗിഫ്റ്റ്. അതും അവരുടെ എനി മുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചോളാം പറയുന്നവർക്ക്. പിന്നെ റമദാൻ 12-ന് റസൂലുള്ളാഹി തങ്ങളും സഹാബികളും യാത്ര പുറപ്പെടുന്നത് ബോയ്ക്കുട്ടി വൈദ്യർ പറയുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്, തങ്ങൾ സ്വഹാബരും എഴുന്നള്ളു അതിർപ്പാമെന്താമുഖമ തന്നവൻ നടുവിടുവാ ചുഷന്തത് തിന്നമതടിവടിവായി വന്നത് പിന്നുര ഭുവനിയത്തേക്കിൽ വന്നിടെ സൈറായ തരുണിന്നും ഉലൈഫ തന്റെ തലനില പാത്താനവിടം തനശുണ്ട് ഉണർന്നു നടന്നിടുവാ ചൊങ്കൾ സജ സജ അത്തരത്തി പൊറുത്തുടനെ നബിയ ചുമലോട് നടുകളുമാകെ തിരുനബിടമെന്നറിവതിനായി വിളിത്തുടനെ വീരു സഹബരിലേക്ക് വിട്ടിടെ സുഹൃത്താനുള്ളർത്താനുൾ പരദീവങ്ങളുടെ തരുളരി ചൊന്നാൽ അവർ വന്നിടുമിടമെന്നൊരു കണ്ണവിളേ. ബഹുമാനപ്പെട്ട മുളയക്കുട്ടി വൈദ്യർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തുമാണിക്കക്കല്ലായ സഹാബികൾ, അതുപോലെ പരിമിതങ്ങളായ നിരായുധരായ സഹാബികൾ റസൂലുള്ളാഹിയോടുകൂടെ പുറപ്പെടുന്ന രംഗം അത് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. മുസ്ലിമീങ്ങളെ, എന്തൊരു ചന്തമാണ്! കത്തി നിൽക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രത്തിന് നടുവിലായി കത്തി ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനോ? ഞാൻ അങ്ങനെയാണോ പറയേണ്ടത്? അതല്ല സൂര്യൻ എന്നാണോ പറയേണ്ടത്? എന്തൊരു ഭംഗിയാ! അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി മക്ക നഗര വീതികളിലൂടെ മന്ദസ്മിതം തൂകി നടന്നു നീങ്ങുമ്പോൾ കല്ലുകൾ മരങ്ങൾ സലാമോദിയ മഹാത്ഭുതങ്ങളുടെ മൈതസ്മരണകളാണ് ത്വാഹ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, യാ ഹബീബി യാ മുഹമ്മദ് യാ റസൂൽ ഖാഫിഖീൻ യാ മുഅയ്യ യാ മുമജ്ജ യാ ഇമാമൽ ഖിബ്ലതൈൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേര് കേൾക്കുമ്പോ ഉച്ചത്തിൽ നമ്മുടെ ചുണ്ട് ചലിക്കണം, നാവ് ചലിക്കണം. മുഅ്മിനീങ്ങളെ, രാഷ്ട്രീയ നേതാവിന് വേണ്ടി അതേ നമ്മുടെ മുഷ്ടി ചുരുട്ടി ബാലലോകത്തെ ഉയർത്തിയിട്ട് തൊണ്ട പുറത്തുമാ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ചങ്കിട ചോരയാ
നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്തേ നിന്റെ ചൂട് ചലിക്കാത്തത്, എന്തേ നിന്റെ നാവ് ചലിക്കാത്തത്, എന്തേ നിന്റെ ഹൃദയം പിടക്കാത്തത്? നമുക്ക് വേണ്ടി കൈ സഹിച്ച ത്യാഗങ്ങൾ എത്രയോ. മുഹമ്മദ് മുസ്തഫ മദീന സത്രത്തിൽ ക്ഷീണിച്ചവശയായി അകിടത്തിയാനിൽ നിന്ന് ക്ഷീരാബ്ദിയൊഴുകി ശുദ്ധരട്ടിയ പ്രകാശമേ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആനവിധങ്ങൾ പുറപ്പെടുന്ന രംഗം ഞാൻ എങ്ങനെ കൂട്ടരെ നിങ്ങളോട് വിവരിക്കേണ്ടതുണ്ട്. മഹാകവി പോയി കുല്ലി വൈദ്യർ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇടത്തും വലത്തും അലിയാരും സഅദും അങ്ങനെ പോകുന്നു. മുദ്രാവാക്യവും വിളിച്ച് എന്താ മുദ്രാവാക്യം? ധൈര്യം ദേവാട ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോയി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തി. അവിടെ ഹൈമയടിച്ച് നിബിതങ്ങളും സഹാബികളും 10 മണിയെ പറയണം. നിബിതങ്ങളും സഹാബികളും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാ മക്കളെ കാത്തിരിക്കുന്നത്? കച്ചവട സംഘത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരിച്ചു വരുന്നുണ്ട്. അക്കീക്കിൽ അവിടെ തമ്പടിച്ചു. ഒരു വിവരവും കിട്ടിയില്ല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അവിടെ നിന്ന് യാത്രയായി. അക്കീക്കിൽ നിന്ന് ഹൈമയടിച്ചു. ഹുലൈഫത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴെവിടെയാണ് ഹൈമാണ്. ഹുലൈഫത്തി എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു. ഹുലൈഫത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇങ്ങനെ തമ്പടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആളുകളെ 2 ചെറുപ്പക്കാരെ കൂട്ടുകാരെ സഹാബികളെ വിളിച്ചിട്ട് ഒരു വഴി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ അബൂ സുഫിയാന്റെ വരവിനെ കുറിച്ച് വല്ല വിവരവും അറിയോ നോക്ക് നടന്നിട്ട്. അവന് തിരിച്ചു വന്നു. ഒന്നും കിട്ടിയില്ല. ഉടനെ തന്നെ അവരുടെ യാത്രയായി. ഒരു സ്ഥലത്തിന്റെ പേരാണ്ടോ എടേത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അവിടെ തമ്പടിച്ചു. അവിടെ അങ്ങനെ തമ്പടിച്ച് കുറച്ചു ദിവസം കാത്തിരുന്നു. കച്ചവട സംഘത്തിനെ കുറിച്ച് യുദ്ധ വിവരവുമില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പന, ഹൈമയഴിക്കുന്നു, പന്തലഴിക്കുന്നു. യാത്രയായി. എന്നിട്ടോ റഹ്മാൻ, ഇപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പന്തൽ കെട്ടിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് റഹ്മാൻ. റഹ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പന്തൽ കെട്ടി. പന്തൽ കെട്ടിയിട്ടോ 2 കൂട്ടുകാരെ കൊണ്ട് വിളിച്ചു. ബഹുമാനപ്പെട്ട അദിയ് ബസ്വസത്ത് റളിയല്ലാഹു അൻഹുമാ. അലിയല്ല, അദിയ് ബസ്വസത്ത്. ബദരീങ്ങളുടെ പേരാണ്. നമ്മുടെ ദോഷങ്ങൾ കൊടുക്കാനാണല്ലോ. ബഹുമാനപ്പെട്ട അദിയ് ബസ്വസത്ത് റളിയല്ലാഹു അൻഹു 2 സഹാബികളെ വിളിച്ചു. 2 സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അബൂ സുഫിയാന്റെ വരവിനെ കുറിച്ച് വല്ല സൂചനയും കിട്ടുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി കാണിച്ച വഴിയിലൂടെ അവർ അങ്ങനെ യാത്രയായി. സുബ്ഹാനല്ലാഹ്. അവർ പോകുന്നത് എങ്ങനെ? അതാ മൊയ്കുട്ടി ഇതൊക്കെ പറയാണെങ്കിൽ ദിവസങ്ങൾ എത്ര വേണം നമ്മൾ വിചാരിക്കുന്നത്. ഒന്നും ഇറായമായപ്പോൾ വഴിയേറി പുറദേശത്തിൽ ചുറ്റി. എങ്ങനെ? ഇരതേടുന്ന പുലി എത്ര പ്രതീക്ഷയോടുകൂടെയും ആകാംക്ഷയോടുകൂടെയുമാണോ പോകുന്നത്? അതുപോലെയാണ് ഈ 2 സഹാബികൾ റസൂലുള്ളാഹിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അബൂ സുഫിയാൻ എവിടെ, കച്ചവട സംഘം എവിടെ, നമ്മുടെ സ്വത്ത് എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് യാത്രയാകുന്നത്. അങ്ങനെ അവർ കുറെ യാത്രയായി പുറദേശത്തിൽ ചുറ്റി. ആ ദേശല്ല, അവിടെ നിന്ന് മാറി പുറദേശത്തിൽ ഇങ്ങനെ ചുറ്റി. അങ്ങനെ ചുറ്റി നോക്കുമ്പോഴതാണ് സുബ്ഹാന ജല്ല ജലാലുഹു കുറെ അങ്ങോട്ട് എത്തിയപ്പോ ഇവരുടെ കയ്യിൽ ഒരു തോൽപാത്രമുണ്ട്. ആ തോൽപാത്രമാണ് കുടിക്കാനുള്ള വെള്ളം, അല്ലെങ്കിൽ ഉദു ചെയ്യാനുള്ള വെള്ളമുള്ളത്. അങ്ങനെ വെള്ളം അല്പം കഴിഞ്ഞു. വെള്ളം ശൂന്യമായപ്പോ രണ്ടുപേരും ചർച്ചയായി. ഇനി വലഞ്ഞ് മുന്നോട്ട് വെക്കണമെങ്കിൽ കൂട്ടുകാരാ, ഒരല്പം വെള്ളമില്ലാതെ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വെള്ളം വേണം. വെള്ളം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് കാക്കകളും മറ്റു പറവകളും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. ഈ 2 സഹാബികളെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനെ തന്നെ പറയൂ, അവിടെ കാക്ക പറക്കുന്നുണ്ടെങ്കിൽ, പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെങ്കിൽ
അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാക്കകൾ പറവകൾ വട്ടമിട്ട് പറക്കുന്ന ആ ഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പ്രവർത്തകർ അച്ചടക്കമുള്ള രണ്ട് ചെറുപ്പക്കാർ നേരെ അങ്ങോട്ട് കുതിക്കുന്നു. അവിടെ ചെന്ന് നോക്കി ഒരല്പം വെള്ളം കിട്ടാൻ അൽഹംദുലില്ലാഹ് ഒരു കുളമുണ്ടവിടെ, വെള്ളമുണ്ടവിടെ, ഒരു തോൽപാത്രത്തിൽ വെള്ളമെടുക്കാം. പക്ഷി അവിടെ വേറൊരു പ്രശ്നം നടക്കുകയാണ്. എന്താണ്? രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അവിടെ വെച്ചുകൊണ്ട് പേരും അടി. എവിടെ വെച്ചിട്ട്? കൊളക്കരയിൽ വെച്ചിട്ട്. അത് കോഴിക്കുട്ടി വൈദ്യര് പറഞ്ഞാൽ അതാ രസം. എങ്ങനെയാ അടി കൂടുന്നത്? അടിപെട്ട് കൊത്തി പിടിത്താരോ അലൈ താലിയുമാലൈ അറുത്താരോ പിടിപെട്ട് സിന്നം കാണിത്താരോ പിച്ച് ചട്ടയും കീറപ്പെടുത്താരോ കൽകപ്പൂതത്തോടെ കെട്ടി മാറിന്നിട്ടും കരിഷത്തിൽ കാശീന് കൂടെ വേളും തെറ്റും ഇടറി പിണന്താവൻ പിന്നും വേളും തീറ്റും ഇരുപേരുമൊട്ട് മയങ്ങി നീളം തീറ്റും പിണ്ടാടെ കടം കൊണ്ടോടിൽ കൊണ്ടേ കാടത്തിരിശണ്ടായടി കുറി കൂട്ടിയേടാരും കേട്ടാലടി ഉണ്ടല്ലോ മാനക്കേടു വേടി ഒരു പാരം പോര വെള്ളി താരുവേടി. രണ്ട് പെണ്ണുങ്ങൾ അടിക്കുക. ചരിത്രത്തിൽ ഒരുപാട് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയാം. ഒട്ടക്കപ്പുറത്തായിരുന്നു കയറി യാത്രയായത്. ഇവരുടെ പെണ്ണുങ്ങളെ അടി കണ്ടപ്പോ അവരിത് മനസ്സിലാക്കി നേരെ ഒട്ടകത്തിന് പിന്നെ താഴെ ഇറങ്ങി ഒട്ടകത്തെ മറിയാക്കി അവിടെ നിന്നു. കാരണം എന്താ? നമ്മളെ കണ്ടിട്ട് ഓല അടി നിന്നു പോണ്ട. കാരണം വേഗം അടിക്കുന്നതല്ലേ, നമ്മളെന്തിനാ പറഞ്ഞാൽ ഇടങ്ങാറാക്കുന്നത്? ഓരടിച്ചോട്ടെ. അവരടി കഴിയുന്നത് വരെ നമുക്ക് എന്താക്കാം? നമുക്കൂടെ വിശ്രമിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഈ പെണ്ണുങ്ങളെ രണ്ട് അടി ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അധികം വസ്ത്രം ചോദിക്കുക. അല്ല കഴിഞ്ഞോ? തുടങ്ങിയിട്ടുള്ളൂ. അന്ന് കഴിയട്ടെ. അവരിങ്ങനെ അടിക്കാണ്. എന്നിട്ട് കോഴിക്കുട്ടി വൈദ്യര് പറയും, നോക്ക് നിങ്ങള് അടിപെട്ട് കൊത്തി പുടിത്താരോ, അടിപെട്ട് കൊത്തിപ്പുടിത്താരോ. അടിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു കടക്കാരിയെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കയ്യോടെ പിടിച്ചു. അതാണ് അതിന്റെ അർത്ഥം. അടിപെട്ട് കൊത്തിപ്പുടിത്താറോ. ഇതിൽ എന്താ പറയുന്നത്? അലൈ താടിയുമാലോ. അങ്ങനെ അടിപെട്ട് കൊത്തിപ്പുടിത്താരോ അടൈ താടിയുമാലോ പിടിപെട്ട് സിന്നും കടുത്താരോ ചട്ടയും കീറപ്പേർത്താരോ. അടിപെട്ട് കൊത്തിപ്പിടിത്താരോ. കുറെ കാലങ്ങൾക്ക് ശേഷം പൈസ വാങ്ങിയിട്ട് മുങ്ങിയതാണ് ഈ പെണ്ണ്. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടുകിട്ടാണ് ഈ സ്ഥലത്ത് കയ്യോടെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു താലിയും മാലയും അറുത്താരോ. താലിയും മാലയൊക്കെ പിടിച്ച് വലിച്ചങ്ങോട്ട് പൊട്ടിച്ചു. ഒരർത്ഥം. മറ്റൊരർത്ഥം എന്താണ്? എനിക്കുള്ളത് യു. അതിനർത്ഥങ്ങൾ പറയും. എന്റെ മുതൽ അറുത്താരോ മുഴുവൻ എനിക്ക് തരുവാനുള്ള കാശ് എന്റെ പെണ്ണെ മുഴുവൻ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടികൂടുന്ന രംഗമാണ് ഈ രണ്ട് സഹാബികൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. പെണ്ണ് പറഞ്ഞു, പൊന്നാര പെണ്ണെ, അടിക്കല്ലേ, ചീത്ത പറയല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നാളെ നിന്റെ സമ്പത്ത് നിനക്ക് തരാനുള്ള പൊന്ന് വെള്ളി അത് മുഴുവൻ ഞാൻ കൊണ്ട് കിട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണുകൂടെ ചോദിച്ചു, അങ്ങനെ ഒരുപാട് നാളെ ഞാൻ കേട്ടതാണ്, നാളെ തരാം നിങ്ങൾ കേട്ടതാണ്. ഈ ലോട്ടറി ടിക്കറ്റിന്റെ വണ്ടി എന്ന് പറയുന്നത് പോലെ നാളെ ഒരു കാര്യം കിട്ടുകയില്ല. ഇത് നമ്മൾ കുറെ കേട്ടതാണ്. അതുകൊണ്ട് എന്താ നിനക്ക് നാളെ വരുമാനം? നിനക്ക് കിട്ടാനില്ല. എവിടുന്ന പൈസ വരാനുള്ളത് എനിക്ക് പറയണം. ഉടനെ തന്നെ ഈ പെണ്ണ് പറയുന്നു, എടി കേളുനീ മക്കീകൾ. എങ്ങനെ? കേളുനീ മക്കീകൾ മൂപ്പന്മാർ ഷാമിന്ന് തിജാറത്തും ചെയ്തോണ്ട് വാരുന്ന് ഏതും ബദർവാതിലും വന്ന് ഏറ്റം തലമാവർക്കുണ്ടാക്കി ഞാനും നീവിക്കൂമേ വെള്ളിയൊക്കൂമേ. ഷാമിലെ ഒരു മക്കാരായ കുറെ പ്രമുഖന്മാര്, കുറെ മുതലാളിമാര് കച്ചവടത്തിന് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ?
ഇതാര് കേൾക്കുകയാണ്? ഒട്ടകത്തിന്റെ താഴെ കേൾക്കുക. ആ പ്രമാണികൾ, ആ മക്കാരായ പ്രമുഖർ നാളെ കച്ചവട യാത്രയിൽ കഴിഞ്ഞ് നാളെ ബദർ വഴിക്ക് വരുന്നുണ്ട്. അവർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങിയിട്ട് ഞാൻ നിന്റെ കടം വീട്ടിക്കൊള്ളാം. അൽഹംദുലില്ലാഹ്. പുഞ്ചിരിക്കുകയാണ്. അവർക്ക് വെള്ളം വേണ്ട, അവർക്ക് ദാഹമില്ല, വിശപ്പില്ല. ആ രണ്ട് സഹോദരന്മാർ സ്വഹാബികൾ തങ്ങളുടെ സമീപത്ത് പോയിട്ട് പറഞ്ഞു, നബിയേ, അബൂ സുഫിയാൻ സംഘവും പോയിട്ടില്ല. നാളെ ബദർ വഴിക്ക് വരുന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. സഹാബത്ത് എവിടെയാണുള്ളത്? എവിടെയാണ് സ്വഹാബികൾ ഉള്ളത്? ഞാൻ പറയില്ലേ, നിങ്ങൾ തന്നെ പറയാം. അവിടെ കൈമയടിച്ച് തമ്പടിച്ച് അവിടെ ഇരിക്കുകയാണ് റഹ്ദ, അല്ലേ? അവിടെ തമ്പടിച്ച് അബൂ സുഫിയാന്റെ വരവിനെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അബൂ സുഫിയാനെ പിടിക്കണം. അതല്ലെങ്കിൽ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു പോകും. അതാ ഏത് രൂപത്തിലാണ് അബൂ സുഫിയാൻ രക്ഷപ്പെടുക? നമ്മെ ആക്രമിക്കുമോ? നമുക്ക് അബൂ സുഫിയാനെ കിട്ടുമോ? കച്ചവട സംഘത്തെ നമുക്ക് പിടിക്കാൻ കഴിയുമോ? നാളെ ഇല്ല, മറ്റന്നാൾ രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് അതുവരെ ഒന്ന് കാത്തിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇലാഹി സല്ലമിൽ ഉമ്മ മിനൽ ആഫാതി വൽ നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഹുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇനായഗ്ഫിർ വഅഖിൽനാ ബിഗൈരി മതാലിബിൻ മിന്നാ വദഫഇ മസാത്തിൻ അന്നാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.